നമ്മുടെ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ നിലയിലേക്കുള്ള വളർച്ചയിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള മഹത്തായ പങ്ക് വഹിച്ച അതുല്യനായ ഒരു സംഘാടകനും വിപ്ലവകാരിയുമായിരുന്നു. വളരെയേറെ രാജ്യത്തെമ്പാടുമുള്ള പിന്തിരിപ്പൻ ശക്തിമാരുടെയും എല്ലാം പിന്തുണത്തിൽ വളരെ സംഘടിതമായ ഗൂഢമായ നീക്കങ്ങളാണ് എന്ന ഗൗരവബോധം പാർട്ടി നേതൃത്വത്തെ കടന്നാക്രമിക്കുക. പാർട്ടി നേതൃത്വം ഒന്നിനും കൊള്ളാത്തവരാണ്. അതുപോലെ തന്നെ ഈ നാട്ടിൽ തങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നേടുന്നതിന് ഇടപെടുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്, നിലകൊള്ളുന്നവരാണ് എന്നെല്ലാം തുടരെ നുണകൾ ആവർത്തിക്കുക. തുടരെ നുണകൾ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അതിലെന്തെങ്കിലും ഒരു വസ്തുതയുണ്ടോ എന്ന് കുറച്ചുപേരെങ്കിലും സംശയിച്ചു പോയാൽ അത്രയെങ്കിലും വിശ്വാസ തകർച്ച ഉണ്ടാക്കാനാകും എന്നാണ് പിന്തിരിപ്പൻ ശക്തികളിൽ അവരുടെ പിന്തുണകളിൽ മൂലധന ശക്തിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിലെല്ലാം ഇന്ന് നടത്തുന്ന പരിശ്രമം ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ പരിശ്രമം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ, അത്തരം ശക്തികൾ ഏത് ഹീനമായ ചിലപ്പോ ഇതിന്റെയൊക്കെ ഭാഗമായി നടക്കുന്ന ചിലര് ചരിത്രത്തിന്റെ ചില സന്ദർഭങ്ങളിൽ, അപൂർവം സന്ദർഭങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ വിലക്കെടുക്കാനും സ്വാധീനിക്കാനും ഒക്കെ കഴിഞ്ഞു. അത്തരമൊരു നീക്കമായിട്ട് ഇപ്പോഴത്തെ ഇന്നലത്തെ കോലാഹലമൊക്കെ കാണേണ്ടതുള്ളൂ എന്നാണ് തോന്നുന്നത്. പറഞ്ഞു അൻവർ പറയുകയാണ് അത് കേരളത്തിലെ CPM-കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. 5-6 ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട് കേരളത്തിൽ CPM. ആയിരക്കണക്കായ ലോക്കൽ കമ്മിറ്റികളിൽ 40,000-ഓളം പാർട്ടി ബ്രാഞ്ചുകളിൽ ഒക്കെയുണ്ട്. ഇതിനൊക്കെ സെക്രട്ടറിമാരും ചുമതലക്കാരും എല്ലാം ഉണ്ട്. ഇവർക്കെല്ലാം വേണ്ടിയാണ് പറയുന്നതെന്ന് ആരാ പറയുന്നത്? കേരള രാഷ്ട്രീയത്തിന്റെ ഗാലറിയിൽ നിന്ന് പകലിൽ നിന്നിട്ട് കാര്യത നോക്കുന്ന ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ, ഇതിനെ സംബന്ധിച്ചൊന്നും ഇതിന്റെ ABCD അറിയാത്ത ഒരാൾ CPM-ന് വേണ്ടിയാണ് പറയുന്നത് എന്ന് കേരളത്തിലെ ലക്ഷക്കണക്കായ CPIM-ന്റെ അംഗങ്ങളുടെയും ആ അംഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ആയിരക്കണക്കായ 10,000-കണക്കായ പാർട്ടി ബ്രാഞ്ചുകളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും വിവിധ തലത്തിലുള്ള പാർട്ടി ഘടകങ്ങളുടെ ചുമതലക്കാരുടെയും മക്കളായി അൻവറിനെ ആരും ഗവർണത്തിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇപ്പോ ശത്രുക്കളുടെ കയ്യിലെ കോടാലി കയ്യാണ്. ഒരു സംശയവുമില്ല. ശത്രുക്കളുടെ കയ്യിലെ പറഞ്ഞു പറഞ്ഞ് എന്തൊക്കെയാ പറയുന്നത്? ഇത് മുഖ്യമന്ത്രി പിണറായി ഒരു ആകെ കൂടിയിട്ട് ആർക്ക് വേണ്ടിയ മരുമകന് വേണ്ടി ആരെ പറ്റിയ പറയുന്നത്? മുഹമ്മദ് റിയാസിനെ പറ്റിയാണ് പറയുന്നത്. ഇയാൾക്ക് മുഹമ്മദ് റിയാസ് ആരാണെന്ന് അറിയാമോ? മുഹമ്മദ് റിയാസ് ആരാണെന്ന് ഒരു കാര്യങ്ങളൊന്നും കുറച്ചെങ്കിലും അന്വേഷിക്കണ്ടേ? മുഹമ്മദ് റിയാസിന്റെ ആകാശത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചതിന് ശേഷം ഓടമക്കി ഇറങ്ങി വന്നതാണ് ആണോ? ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയില്ലേ? 12-13 വയസ്സുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ പങ്കാളിയായി പോലീസിന്റെ എത്ര മർദ്ദനങ്ങളാണ് കോഴിക്കോടിന്റെ തെരുവോടങ്ങളിൽ മുഹമ്മദ് റിയാസ് കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. DYFIയുടെ കോഴിക്കോട് ടൗൺ വില്ലേജ് കമ്മിറ്റിയുടെ സെക്രട്ടറി, അതിന്റെ കമ്മിറ്റി സെക്രട്ടറി, അതിന്റെ പ്രസിഡന്റ്, ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന ഭാരവാഹി, അഖിലേന്ത്യാ പ്രസിഡന്റ്, ഇതെല്ലാമായിട്ടുള്ളൂ. കോഴിക്കോട് കോട്ടപ്പറമ്പ് വാർഡിൽ നിന്ന് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് പാർട്ടി മത്സരിപ്പിച്ചതാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ അംഗീകാരത്തിന്റെയൊക്കെ ഭാഗമായിട്ട് 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പാർട്ടിയും ഇടതുപക്ഷവും മത്സരിപ്പിച്ചത് മുഹമ്മദ് റിയാസിനെയാണ്. ഇങ്ങനെയൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലം ചുരുങ്ങിയ കാലയളവിൽ കുഞ്ഞുനാളിന് ഉള്ള പ്രവർത്തന അനുഭവമുള്ള, അതിലൂടെ രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒരു പൊതുപ്രവർത്തകരാണ്, പാർട്ടി നേതാവാണ് മുഹമ്മദ് റിയാസ്.
ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ നടത്താനാണ് ഇത്തരം പ്രചരണങ്ങൾ. എന്തെല്ലാമാണ് ഉൾവല്ലിക്കുന്നത്? ഒരു സമനില തെറ്റിയ ഒരാളെ പോലെ പിച്ചും പേയും പറയുകയാണ്. ഇതൊന്നും കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തെ അത് വിജയത്തിലെത്തിക്കാനാകും എന്ന് പാർട്ടിയുടെ ശത്രുക്കൾ കാണണ്ട, ഗവൺമെന്റിന്റെ ശത്രുക്കൾ കാണണ്ട. ഇങ്ങനെയുള്ള ചില ആളുകളൊക്കെ ചില അവതാരങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളവട്ടവും കോലാഹലവും വായനനാകുകൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇല്ലേ? അതിൽപ്പെട്ട ചില ആളുകളെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നുണ്ടാവുമല്ലോ. സമീപകാലത്ത് ഇപ്പോ എവിടെയും കാണാനും കേൾക്കാനുമില്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിലും. PC ജോർജിനെ പോലുള്ള ആളുകളുടെയൊക്കെ ഒരു നിലവെന്താണെന്ന് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. അത്തരത്തിൽ തരംഗാണ് ശത്രുവർഗത്തിന്റെ കയ്യിലെ കോടാലിക്കൈയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനങ്ങളുടെ മനസ്സിൽ വേരോട്ടമുണ്ടാക്കി ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഈ ഗവൺമെന്റിനെയും നിലകൊള്ളുന്ന ഈ ഗവൺമെന്റിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തെയും ഇടതുപക്ഷത്തെ നയിക്കുന്ന CPM-നെയും ദുർബലപ്പെടുത്താനുള്ള എല്ലാ നീക്കത്തെയും ചരിത്രത്തിനോളം ജനങ്ങൾ ഒറ്റ മനസ്സാണ് മുന്നോട്ട് വന്ന്, പാവപ്പെട്ട മനുഷ്യർ ഒറ്റ മനസ്സാണ് മുന്നോട്ട് വന്ന് സംരക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുണ്ടോ? ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ, സാധാരണക്കാരായ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആരാധനാലയത്തിനകത്ത് വിഗ്രഹം എങ്ങനെയാണോ ധരിപ്പിച്ചത് അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിന്റെ നേതൃത്വവും ഉടുകൊള്ളുന്ന കാലത്തോളം ഈ പ്രസ്ഥാനത്തോ ഗവൺമെന്റിനോ ഇടതുപക്ഷത്തോ ഒരു ചുക്കും ചെയ്യാൻ ആർക്കും കഴിയില്ല. അതിനാറ് ഇളക്കിവിട്ടാലും ഏതെല്ലാം ധീരമായ നീക്കങ്ങൾ നടത്തിയാലും അതൊന്നും ഇവിടെ നടപ്പോകില്ല എന്നുള്ളത് നാടിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് ശത്രുവർഗത്തിന്റെ നീക്കങ്ങളെ സംഘടിതമായി ചെറുക്കാനും പരാജയപ്പെടുത്താനും പാർട്ടി പ്രവർത്തകരും പാർട്ടിയോടൊപ്പമുള്ള ബഹുജനങ്ങളും എല്ലാം സംഘടിതമായി മുന്നോട്ട് വരണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അത്തരമൊരു ചുമതല നിറവേറ്റിക്കൊണ്ട് സഖാവ് ബാലൻ വീരോചിതമായ ഓർമ്മയോട് നമുക്ക് നീതി പുലർത്താൻ കഴിയണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനം.